പണി തരാൻ പോകുന്ന ഒരു എക്സാം തന്നെയായിരിക്കും. സ്കൂളിൽ നിന്ന് എക്സാം കണ്ടക്ട് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കഷ്ടപ്പെടാനും നിങ്ങൾ വിചാരിച്ചതിലുമേറെ പഠിക്കാനുണ്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. എന്തായാലും ഓണം എക്സാമിന്റെ ഒരു തിരക്കിലായിരിക്കും. ചിലർക്ക് ഓണം എക്സാം ഉണ്ടായിരിക്കും, ചിലർക്ക് ഓണം എക്സാം ഉണ്ടായിരിക്കില്ല. എന്തായാലും എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ത്രൂ ഔട്ട് കാണുക. കാരണം നിങ്ങൾ വിചാരിച്ച കുറേ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. യെസ്, അപ്പോൾ എന്തായാലും നമുക്കറിയാം ഓണം എക്സാം ചിലപ്പോൾ മിക്ക ആളുകൾക്കും സ്കൂളിൽ ഒരു ഓണം എക്സാം നടത്തുന്നുണ്ടായിരിക്കും. പ്ലസ് ടുവിനോടൊപ്പം തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാം നടത്തുന്നുണ്ടായിരിക്കുക. ചിലർക്ക് ഇപ്പോൾ പരീക്ഷ നടത്തുന്നില്ല. പക്ഷേ ഇതിലുള്ള ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ചതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓണം എക്സാമിനെ വേണ്ട രീതിയിൽ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇനി ഭാവിയിൽ കഷ്ടപ്പെടുക. കാരണം ഇനി വരുന്ന ക്രിസ്മസ് എക്സാമും അതുപോലെ തന്നെ ആനുവൽ എക്സാമും രണ്ടും എന്തായാലും ഷുവറായിട്ടും നടക്കാൻ പോകുന്ന എക്സാമുകളാണ്. ഇപ്പോൾ ഓണം എക്സാമിന് പഠിച്ചെത്തേണ്ട പോർഷൻസ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടത് വളരെ എണ്ണത്തിൽ കുറവ് ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 2 ഇനി കൂടിപ്പോയാൽ 3 ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ ക്രിസ്മസ് എക്സാം വരുമ്പോഴേക്കും ഇതിൻ്റെ എണ്ണം 4, 5, 6 കൂടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇത്രയും പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെയധികം ഒരു വലിയൊരു ബേർഡൻ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഈ ഒരു ഓണം എക്സാം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓണം എക്സാം ഇല്ലെങ്കിലും ഈ ഒരു ഓഗസ്റ്റ് മാസം അവസാനം കൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് കാണാം. നമുക്ക് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഈ സമയം കൊണ്ട് പഠിച്ചു തീർക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. യെസ്, അപ്പോൾ ആദ്യത്തെ നമ്മുടെ മലയാളമാണ്. നമുക്ക് ലാംഗ്വേജസ് തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിൽ മലയാളത്തിൽ നിങ്ങൾക്ക് 2 യൂണിറ്റ്സ്, കിനാവ് എന്ന് പറയുന്ന യൂണിറ്റ്സിലെ സന്ദർശനം, ഓർമ്മയുടെ ഞരമ്പ്, വേരുകൾ നഷ്ടപ്പെടുന്നവർ, മത്സ്യം, ഇങ്ങനെ 4 ചാപ്റ്റേഴ്സും പിന്നീട് കാഴ്ച എന്ന് പറയുന്ന യൂണിറ്റിലെ ഒരു 3 ചാപ്റ്റേഴ്സോളം ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. യെസ്, എക്സാം നടക്കുന്നവർക്കും ഇത് നോട്ട് ചെയ്യാം. കാരണം നിങ്ങളുടെ എക്സാമിൻ്റെ പോർഷൻസ് ആയിരിക്കും ഇതിൽ പറയുന്നത്. ഇതിൽ ആദ്യമേ ഞാൻ പറയുന്നു, ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ അവസാനത്തെ ചാപ്റ്റേഴ്സ് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് വരെ തന്നെയായിരിക്കും എക്സാമിന് ഉണ്ടായിരിക്കുക. യെസ്, അപ്പോൾ മലയാളം കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 2 യൂണിറ്റ്സ്, യൂണിറ്റ് 1 ഉണ്ട്, യൂണിറ്റ് 2 ഉണ്ട്. യൂണിറ്റ് 1 നിങ്ങൾക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതുപോലെ ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ആൻഡ് ഇഫ് എന്ന് പറയുന്ന പോയം. ഇനി യൂണിറ്റ് 2 നിങ്ങൾക്ക് പഠിക്കാനുള്ള ആൻഡ് ദെൻ ഗാന്ധി കെയിം, അതുപോലെ തന്നെ ഡെത്ത് ദി ലെവലർ എന്ന് പറയുന്ന പോയമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ചിലത് എത്തിയിട്ടുണ്ടാവില്ല. എത്തിയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളതായിരിക്കും എക്സാമിന് ഉണ്ടാവുക. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കൂളിൽ ഇത് എടുത്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എക്സാം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു വെക്കുക. ഈ ഒരു സമയം പഠിക്കാനായിട്ട് തന്നെ ഉപയോഗിക്കുക. ആൻഡ് ഹിന്ദിയിലേക്ക് വരുമ്പോൾ നമുക്ക് അനുതാപ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, മധുരതു, അതുപോലെ ഏ ഹമാര അധികാർ ഹെ ജുലൂസ്, ഇങ്ങനെ 4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിലെ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഹിന്ദി എക്സാമിന് ഉണ്ടായിരിക്കുക. മാത്സിലേക്ക് വരുന്ന സമയത്ത് 4 ചാപ്റ്റേഴ്സ്, സെറ്റ്സ് ഉണ്ട്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ 4 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, അതുപോലെ മോഷൻ ഇൻ എ പ്ലെയിൻ, ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കുക. ഓക്കെ, എല്ലാം ഫിസിക്സും അതേപോലെ മാത്സും ഒക്കെ പലർക്കും പല രീതിയിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് എക്സ്ട്രാ ടൈം കണ്ടെത്തി തന്നെ കൃത്യമായിട്ട് പഠിക്കാം. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഈ ഒരു ചാപ്റ്റർ, ഈ 3ാമത്തെ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു മിക്ക സ്കൂളുകളിലും നമുക്ക് ഇപ്പോൾ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എക്സാമിന് നിങ്ങൾക്ക് ഈ 2 ചാപ്റ്റേഴ്സ് തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മിക്ക സ്ഥലങ്ങളും തുടങ്ങിയിട്ടുണ്ടാവില്ല. ഒരുവിധം സ്കൂളുകളിലൊന്നും 3rd ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇനി ചില സ്കൂളുകൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും, അതായത് 3rd ചാപ്റ്ററും 2nd ചാപ്റ്ററും ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ്, അപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 2 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് ഉണ്ടാവുക. സ്കൂളിൽ എക്സാം നടത്തുമ്പോൾ 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ യൂഷ്വലി നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ചാപ്റ്റേഴ്സ് ആണ്. പക്ഷേ ചില സ്കൂളുകളിൽ ഇത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ആദ്യത്തെ 2 ചാപ്റ്റർ ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഈ 3rd ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 2 ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ പഠിക്കാം. റെഡി? ഇനി ബയോളജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലിവിങ് വേൾഡ്, ആനിമൽ കിങ്ഡം ആൻഡ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. ഇത് സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ നമുക്കറിയാം ഫ്രോഗ് മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷനും ചിലപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിൽ എടുത്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉറപ്പിക്കാം, ലിവിങ് വേൾഡും ആനിമൽ കിങ്ഡം. ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഈ 2 ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കണം.
റെഡി? ഇനി ബോട്ടണിയിലേക്ക് വരുമ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കിങ്ഡം ആൻഡ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും പ്ലാൻ കിങ്ഡവും കംപ്ലീറ്റ് ചാപ്റ്റർ ഉണ്ടായിരിക്കും. ഇനി എക്സാമിന് മോർഫോളജിയിൽ നിങ്ങൾ ഇൻഫ്ലോറസൻസ് വരെ പഠിച്ചാൽ മതി. ഓക്കെ, ഇൻഫ്ലോറസൻസ് വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ മോർഫോളജിയിൽ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസ്, ഇൻഫ്ലോറസൻസിന് ശേഷമുള്ള പോർഷൻസ് ഒക്കെ ക്രിസ്മസ് എക്സാമിനായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ ദി കമ്പ്യൂട്ടിംഗ് ഡിസിപ്ലിൻ, ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ഓൾജിബ്ര, കോമ്പണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം, ഇങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പല ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മിസ് ഇതിൽ ഞങ്ങൾക്ക് പലതും എടുത്തിട്ടില്ല, ഞങ്ങളുടെ സ്കൂളിൽ ഇതൊന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. മക്കളെ, എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന എക്സാം ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിപ്പിക്കാത്ത പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല. ഓക്കെ, ഇനി നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു, ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് എക്സാം ഇല്ല എന്നാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അതുപോലെ തന്നെ ഇരുന്ന് പഠിക്കുക. കാരണം ഇപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ കഴിയുന്ന ചാപ്റ്റേഴ്സിനെ നിങ്ങൾ ഇവിടെ ലീവ് ചെയ്യും, നിങ്ങൾ ഇവിടെ അതിനെ മാറ്റി വെക്കും. ഇനി ക്രിസ്മസ് എക്സാം വരുന്ന അടുത്ത നമുക്കിനി 3 മാസം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കഴിഞ്ഞ് ഡിസംബറിലാണ് ക്രിസ്മസ് എക്സാം വരുന്നത്. അപ്പോൾ ഈ 3 മാസത്തിൽ നിങ്ങൾ ഇനി സെക്കൻഡ് ടേമിലെ പോർഷൻസിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സിനൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കും. പക്ഷെ നമുക്കറിയാം എക്സാമിന് ഈ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സും എക്സാമിന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇത് പഠിക്കാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സാമിന് 2 ദിവസം മുമ്പോ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇപ്പം നിങ്ങൾ പഠിക്കാതെ ആ സമയത്ത് ഇതെല്ലാം പഠിച്ചു തീർക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കൃത്യമായി പഠിച്ച് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഫൈനൽ എക്സാം വരുമ്പോൾ അതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് എല്ലാം തന്നെ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ പറ്റി നിങ്ങൾ വല്ലാതെ ബോധേഡ് ആവണ്ട. എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അപ്പോൾ അത് ഓർത്തൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ റേസിലെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഇനി ലൈവുകൾ വരുന്നുണ്ടായിരിക്കും. ഇനിയുള്ള അതേപോലെ നമ്മുടെ 1 ഷോട്ട് സീരീസ്, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനെയും 1 ഷോട്ട് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 1 ഷോട്ട് വീഡിയോസ് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും ആ 1 ഷോട്ട് വീഡിയോസ് പോയി കാണാം. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കോണ്ടന്റ് വീഡിയോസും അതുപോലെ തന്നെ ലൈവുകളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വരിക, നിങ്ങൾ പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ, പകൽ സമയത്തൊക്കെ നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ലൈവിലേക്ക് എത്തുക. ലൈവ് നമുക്ക് കൃത്യമായിട്ട് കാണാം. ആൻഡ് ഓൾസോ കോണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് എല്ലാം വേണ്ട. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് വീഡിയോസും നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതും കാണുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ ഞാൻ പറഞ്ഞു വീഡിയോസ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.